ഹലോ, ഗുഡ് മോർണിംഗ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എൻജിനീയറിംഗ് മെക്കാനിക്സ് ആണ് പഠിക്കുന്നത്. ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഡോട്ട് പ്രോഡക്റ്റ് വരെ പറഞ്ഞിരുന്നു അല്ലേ? അപ്പോൾ ഡോട്ട് പ്രോഡക്റ്റിൻ്റെ ഒരു ആപ്ലിക്കേഷനാണ് പറയുന്നത്. അപ്പോൾ ഡോട്ട് പ്രോഡക്റ്റ് എന്തിനു വേണ്ടി യൂസ് ചെയ്യും? ടു ഡിറ്റർമിൻ ദ ആംഗിൾ ബിറ്റ്വീൻ ടു വെക്ടേഴ്സ്. അപ്പോൾ എനിക്ക് രണ്ട് വെക്ടർ തന്നിട്ടുണ്ട്, അതിൻ്റെ ആംഗിൾ, അത് തമ്മിലുള്ള ആംഗിൾ തീറ്റ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഡോട്ട് പ്രോഡക്റ്റ് യൂസ് ചെയ്യും. എങ്ങനെയായിരിക്കും? എ ഡോട്ട് ബി എന്ന് പറയുന്നത് എന്താണ്? മോഡുലസ് ഓഫ് എ ഇൻറ്റു മോഡുലസ് ഓഫ് ബി ഇൻറ്റു കോസ് തീറ്റ അല്ലേ? അപ്പം കോസ് തീറ്റ കണ്ടുപിടിക്കാൻ വേണ്ടി എ ഡോട്ട് ബി ഡിവൈഡഡ് ബൈ മോഡുലസ് ഓഫ് എ ഇൻറ്റു മോഡുലസ് ഓഫ് ബി എന്നെടുത്താൽ മതി. ഓക്കെ, ഇനി അതുപോലെ തന്നെ വേറെ എന്തിനത് ഉപകരിക്കും? ടു ഡിറ്റർമിൻ ദ പ്രൊജക്ഷൻ ഓഫ് വെക്ടർ ഇൻ സ്പെസിഫൈഡ് ഡയറക്ഷൻ. ഒരു വെക്ടറിൻ്റെ വേറൊരു വെക്ടറിലുള്ള പ്രൊജക്ഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മളിത് യൂസ് ചെയ്യും. ഓക്കെ, അപ്പോൾ അത് അതിൻ്റെ ഒരു പ്രോബ്ലം നമ്മൾ ജസ്റ്റ് ചെയ്തായിരുന്നു അല്ലേ? ഓർക്കുന്നുണ്ടല്ലോ. ഇനി ഈ എ ഡോട്ട് ബി എന്ന് പറയുന്നതും ബി ഡോട്ട് എ എന്ന് പറയുന്നതും ഈക്വൽ ആണ്. അത് കമ്മ്യൂട്ടേറ്റീവ് ആണെന്ന് പറയാം. എ ഡോട്ട് ബി ബി ഡോട്ട് എ ആണെങ്കിൽ നമുക്കതിനെ കമ്മ്യൂട്ടേറ്റീവ് ആണെന്ന് പറയാം. അതുപോലെ തന്നെ എ ഡോട്ട് ബി പ്ലസ് സി, എ ഡോട്ട് രണ്ട് വെക്ടറുകളുടെ സം ബി പ്ലസ് സി എന്ന് പറയുന്നത് എ ഡോട്ട് ബി പ്ലസ് എ ഡോട്ട് സി ആണ്. അതിന് ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി എന്നാണ് പറയുന്നത്. നമ്മളത് 12th പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഡിസ്ട്രിബ്യൂട്ടീവ് ആണ്. എ ഡോട്ട് ബി പ്ലസ് സി എന്ന് പറയുന്നത് എ ഡോട്ട് ബി പ്ലസ് എ ഡോട്ട് സി ആണ്. ഓക്കെ, ഇനി നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു എ ബി എന്ന് പറയുന്ന രണ്ട് വെക്ടേഴ്സ്, എയുടെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് എ എക്സ് ഐ പ്ലസ് എ വൈ ജെ പ്ലസ് എ ഇസഡ് കെ ആണ്. ബിയുടെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് ബി വെക്ടർ എന്ന് പറയുന്നത് ബി എക്സ് ഐ പ്ലസ് ബി വൈ ജെ പ്ലസ് ബി ഇസഡ് കെ ആണ്. അപ്പം എ ഡോട്ട് ബി വെക്ടർ ഓപ്പറേഷൻ കൊടുക്കുമ്പോൾ ഇങ്ങനെ വേണേലും കൊടുക്കാം. എ ഡോട്ട് ബി എന്ന് പറയുന്നത് അതിൻ്റെ എക്സ് കമ്പോണൻസ്, അതായത് എ എക്സ് ബി എക്സ് പ്ലസ് എ വൈ ബി വൈ പ്ലസ് എ ഇസഡ് ബി ഇസഡ് ആണ്. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ജസ്റ്റ് പറഞ്ഞായിരുന്നു. ഓക്കെ, ഇനി അതുപോലെ തന്നെ വരുന്ന വേറൊരു കാര്യമാണ് ഐ ഡോട്ട് ഐ എന്ന് പറയുന്നത് 0 ആണ്. ഓക്കെ, ഐ ഡോട്ട് ഐ, അപ്പോൾ ഐ ഡോട്ട് ഐ വരുന്നത് എന്ത് വരും? മോഡുലസ് ഓഫ് ഐ അതെന്ന് പറയുന്നത് 1 വരും അല്ലേ? മോഡുലസ് ഓഫ് ഐ ഇൻറ്റു അടുത്ത മോഡുലസ് ഓഫ് ഐ ഇൻറ്റു കോസ് ഐ, ഒരേ ഡയറക്ഷനില്ലേ, എക്സ് ഡയറക്ഷനില്ലേ, കോസ് 0 എന്ന് വരും അല്ലേ? സൈൻ 0 0 കോസ് 0 1 അല്ലേ? പിന്നെ ഐ യൂണിറ്റ് വെക്ടർ ആയത് കാരണം ഇവൻ്റെ മാഗ്നിറ്റ്യൂഡും 1 ആണ്, ഇവൻ്റെ മാഗ്നിറ്റ്യൂഡും 1 ആണ്, അതുകൊണ്ട് 1 ആയിരിക്കും. ഈ ഐ ഡോട്ട് ഐ 1 ആയതുപോലെ തന്നെ ജെ ഡോട്ട് ജെ, കെ ഡോട്ട് കെ ഇതൊക്കെ 1 ആണ്. ഇനി ഐ ഡോട്ട് ജെ അല്ലെങ്കിൽ ജെ ഡോട്ട് കെ ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാലോ, ഇവന്മാരുടെ മാഗ്നിറ്റ്യൂഡിൻ്റെ പോലെ കോസ് 90 വരുന്നത് അല്ലേ? സൈൻ 90 1, കോസ് 90 0 ആയത് കാരണം ഇതൊക്കെ 0 ആയിരിക്കും. ഓക്കെ, അപ്പോൾ അത്രയും കാര്യങ്ങളൊക്കെ ക്ലിയർ ആയല്ലോ. ഇനി നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു ഹോംവർക്ക് പ്രോബ്ലം പറഞ്ഞായിരുന്നു അല്ലേ? ദ പോയിന്റ് ഓഫ് ആപ്ലിക്കേഷൻ ഓഫ് എ ഫോഴ്സ് എഫ് 5i പ്ലസ് 10j minus 15k is displaced from point A to point B. Find the work done by the force. ഇതായിരുന്നു നമ്മുടെ ക്വസ്റ്റ്യൻ അല്ലേ? ഓക്കെ, അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നത്? ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നോ? നമുക്ക് എഫ് തന്നിട്ടുണ്ടല്ലേ? എഫ് എന്താ തന്നേക്കുന്നത്? ഫോഴ്സ് 5i പ്ലസ് 10j മൈനസ് 15k എന്നാണ് ഫോഴ്സ് തന്നേക്കുന്നത്. ഓക്കെ, അതുപോലെ നമുക്ക് പോയിന്റ് എയുടെയും പോയിന്റ് ബിയുടെയും കോർഡിനേറ്റ്സ് വെക്ടറായിട്ടാണ് തന്നേക്കുന്നത്. അപ്പം എയുടെ കോർഡിനേറ്റ്സ് നമുക്ക് ഇതിൽ നിന്ന് എങ്ങനെ എഴുതാം? 1 0 3 എന്ന് എഴുതാമല്ലോ. ബിയുടെ കോർഡിനേറ്റ്സ് നമുക്ക് ഇതിൽ നിന്ന് എങ്ങനെ എഴുതാം? 3 -1 -6 എന്ന് എഴുതാം അല്ലേ? അപ്പോൾ എയുടെയും ബിയുടെയും കോർഡിനേറ്റ്സ് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? ആ ഡിസ്റ്റൻസ് എ ഡി എന്നല്ലേ, എ ബി എന്നുള്ള ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാം അല്ലേ? അപ്പോൾ എ ബി എന്നുള്ള ഡിസ്റ്റൻസ് എങ്ങനെയായിരിക്കും കണ്ടുപിടിക്കാം? x2 മൈനസ് x1 ഐ, ഓർക്കുന്നുണ്ടോ? ഇത് നമ്മൾ x2 y2 z2ഉം ഇത് x1 y1 z1ഉം ആവുകയാണെങ്കിൽ എ ബി എന്ന് പറയുന്നത് എന്തായിരിക്കും? x2 മൈനസ് x1 ഐ y2 മൈനസ് y1 ജെ z2 മൈനസ് z1 കെ എന്ന് വരും. അപ്പോൾ ഇവിടെ ആകുമ്പം 3 മൈനസ് 1 ഐ പ്ലസ് -1 മൈനസ് 0 ജെ പ്ലസ് -6 മൈനസ് 3 കെ എന്ന് വരും. ഇപ്പോൾ 3 മൈനസ് 1 ഐ എന്ന് വരുമ്പോൾ 2 ഐ എന്ന് വരും, മൈനസ് ജെ എന്ന് വരും, മൈനസ് 9k എന്ന് വരും അല്ലേ? അപ്പോൾ എ ബി എന്നുള്ള വെക്ടർ കിട്ടി, 2i മൈനസ് ജെ മൈനസ് 9k. ഇനി നമുക്കിവിടെ എന്താ കണ്ടുപിടിക്കേണ്ടത്? വർക്ക് ഡൺ ആണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ? വർക്ക് ഡണ്ണിൻ്റെ ഇക്വേഷൻ ഓർക്കുന്നുണ്ടോ? ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ് അല്ലെ, എഫ് ഡോട്ട് ഡി എന്ന് പറയാം. എഫ് ഡോട്ട് ടി
ഡോട്ട് പ്രൊഡക്റ്റ് എടുത്താൽ മതി. ഫോഴ്സിൻ്റെ ആ ഡിസ്പ്ലേസ്മെൻറ്റ് ഡി അല്ലെങ്കിൽ എ ബിയുടെയും ഡോട്ട് പ്രൊഡക്റ്റ് എടുത്താൽ മതി. അപ്പം ഫോഴ്സ് നമ്മുടെ കയ്യിലുണ്ട് 5i + 10j - 15k ഉണ്ട്. അതിൻ്റെ കൂടെ എ ബി അതായത് 2i - j - 9k. എടുത്ത് നോക്കി 5 × 2 10 -10 15 × 9 വരും അല്ലേ. 15 × 9 എനിക്ക് തോന്നുന്നു 135 ആണെന്ന് തോന്നുന്നു. അപ്പോൾ എത്ര കിട്ടി നമുക്ക്? 10 - 10 + 135 135 എന്ന് കിട്ടി വർക്കിൻ്റെ എണ്ണം. ഓക്കെ, അത് ക്ലിയർ ആയല്ലോ. ഇനി നമ്മൾ പഠിക്കുന്നത് ക്രോസ് പ്രൊഡക്റ്റിനെ പറ്റിയിട്ട്. ക്രോസ് പ്രൊഡക്റ്റിൻ്റെ എന്താ? ക്രോസ് പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? പിയും ക്യൂവും രണ്ട് ഇൻഡിപെൻഡൻറ്റ് വെക്ടർ അല്ലെങ്കിൽ എയും ബിയും രണ്ട് ഇൻഡിപെൻഡൻറ്റ് വെക്ടർ ആണെങ്കിൽ ദ റിസൾട്ടൻറ്റ് ഓഫ് ദ ക്രോസ് പ്രൊഡക്റ്റ് ഓഫ് ദീസ് ടു വെക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ പി ക്രോസ് ക്യൂ ആയിരിക്കും അല്ലേ. അപ്പോൾ പി ക്രോസ് ക്യൂ എന്ന് പറയുന്നത് അത് പെർപെൻഡിക്കുലർ ടു ബോത്ത് ദീസ് വെക്ടേഴ്സ് ആയിരിക്കും. പിയും ക്യൂ ഇങ്ങനെ ആണെങ്കിൽ അതിന് പെർപെൻഡിക്കുലർ ആയിരിക്കും പി ക്രോസ് ക്യൂ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ പി ക്രോസ് ക്യൂവിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? മോഡുലസ് ഓഫ് പി ഇൻറ്റു മോഡുലസ് ഓഫ് ക്യൂ ഇൻറ്റു സൈൻ തീറ്റ ഇതിൻ്റെ കൂടെ ഒരു എൻ ക്യാപ്പ് എന്ന് പറയുന്നൊരു സാധനം കൂടെ വരും. യൂണിറ്റ് വെക്ടർ ഇൻ ദ ഡയറക്ഷൻ ഓഫ് ദാറ്റ് പി ക്രോസ് ക്യൂ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ക്രോസ് പ്രൊഡക്റ്റ് കിട്ടി. ഇനി അടുത്തത് ഓക്കെ, പിന്നെ വേറൊരു കാര്യം ഇതിൽ പറയാനുള്ളത്, നമ്മൾ എ ബി രണ്ട് വെക്ടേഴ്സ് ആണെങ്കിൽ എ ക്രോസ് ബി എന്ന് പറയുന്നത് സി ഇങ്ങനെ ആണെങ്കിൽ മൈനസ് എ ക്രോസ് അല്ലെ മൈനസ് ബി ക്രോസ് എ അല്ലെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ബി ക്രോസ് എ എടുക്കുന്നെങ്കിൽ അതിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് ജസ്റ്റ് ഇതിന് സിയുടെ ജസ്റ്റ് ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ക്രോസ് പ്രൊഡക്റ്റിൽ ഇത്രയൊക്കെ കാര്യങ്ങളാണ് നമുക്ക് പറയാനുള്ളത്. ഇനി അടുത്തത് എ ക്രോസ് ബി. നമ്മളിപ്പോൾ പറഞ്ഞത് എ ക്രോസ് ബി എന്ന് പറയുന്നത് എന്താണ്? മൈനസ് ഓഫ് ബി ക്രോസ് എ ആണ്. ഇനി എ എന്ന് പറയുന്ന വെക്ടർ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ എ എക്സ് ഐ അല്ലെങ്കിൽ നേരത്തെ ബി വൈ ജെ എന്നായിരുന്നു അല്ലേ. ഇപ്പോൾ ഇവിടെ എ വൈ ജെ അല്ലെങ്കിൽ എ ഇസഡ് കെ ആണ്. ബി എന്ന് പറയുന്ന വെക്ടർ ബി എക്സ് ഐ പ്ലസ് ബി വൈ ജെ പ്ലസ് ബി ഇസഡ് കെ ആണെങ്കിൽ എ ക്രോസ് ബി എങ്ങനെ കണ്ടുപിടിക്കാം? നമ്മൾ ഡിറ്റർമിനൻ്റ് എടുക്കണം. ഓക്കെ, ഐ ജെ കെ എന്ന് എഴുതണം. അത് കഴിഞ്ഞിട്ട് ഇവൻ്റെ എന്താ കോർഡിനേറ്റ്സ് എ എക്സ് എ വൈ എ ഇസഡ് അതുപോലെ ബി എക്സ് ബി വൈ ബി ഇസഡ് ഇത്രയും എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഈക്വൽ ടു എന്തായിരിക്കും? ഐ ഇൻറ്റു പിന്നെ ഈ റോയും ഈ കോളും ഈ റോയും വിട്ട് കഴിഞ്ഞിട്ട് എ വൈ ബി ഇസഡ് മൈനസ് ബി വൈ എ ഇസഡ് എന്ന് വരും. അടുത്തത് ഒന്നിൽ നമുക്ക് മൈനസ് ഇട്ടിട്ട് അടുത്തത് ജെയുടെ എഴുതാം. ഒന്നിൽ നമുക്ക് മൈനസ് ഇട്ടിട്ട് എഴുതാം. അപ്പോൾ ഇവരിപ്പം പ്ലസ് ഇട്ടിട്ട് തന്നെ എഴുതിയേക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഇപ്പം പ്ലസ് ഇട്ടിട്ട് എഴുതാം മൈനസ് ഇട്ടിട്ട് എഴുതാം. അപ്പോൾ അടുത്ത കമ്പൗണ്ട് വരുമ്പോൾ ഒന്നുകിൽ എഴുതാം മൈനസ് ജെ ഇൻറ്റു എന്ന് ഇട്ട് കഴിഞ്ഞാൽ ജെയുടെ റോയും കോളവും കഴിഞ്ഞ് കഴിഞ്ഞിട്ട് എ എക്സ് ബി ഇസഡ് മൈനസ് എ ഇസഡ് ബി എക്സ് എന്ന് വരും. ഓക്കെ, അപ്പോൾ ഇത് മൈനസ് ആകുന്ന കാരണം ഈ മൈനസ് കൂടെ ചേർത്ത് പ്ലസ് ആയിട്ടാണ് ഇവിടെ ജെ ഇൻറ്റു എ ഇസഡ് ബി എക്സ് മൈനസ് എ എക്സ് ബി ഇസഡ് എന്ന് പറഞ്ഞാൽ രണ്ട് എഴുതിയാലും കുഴപ്പമില്ല. നിങ്ങൾക്ക് പഠിക്കാൻ എളുപ്പം ഇതാണെങ്കിൽ ഇത് എഴുതുക, ഇതാണെങ്കിൽ ഇത് എഴുതുക, രണ്ടാണെങ്കിലും കുഴപ്പമില്ല കേട്ടോ. എന്തായാലും ഇത് എന്താ നമുക്കിപ്പോൾ എ എക്സ് ബി ഇസഡ് ഒന്നും ആയിരിക്കുമല്ലോ നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പം ചെയ്യേണ്ടത് അല്ലേ. നമ്മൾ വാല്യൂ ഇട്ടിട്ട് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമായിരിക്കും ചെയ്യുന്നത്. ഇത് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞൊരു കാര്യം തന്നെയാണ്. എന്ത്? ഐ ക്രോസ് ജെ എന്ന് പറയുന്നത് കെ ആണ്. അപ്പോൾ അതിൻ്റെ ആ ഒരു റൊട്ടേഷൻ ഇങ്ങനെ വരുന്നതെന്നുള്ളതാണ് ഈ ഫിഗറിൽ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് നോക്കി, നമ്മൾ ഇവിടെ ഐ ജെ കെ എടുക്കുകയാണെങ്കിൽ ഓക്കെ, ഐ ജെ കെ എടുക്കുകയാണെങ്കിൽ ഐ ക്രോസ് ജെ എന്ന് പറയുന്നത് എന്തായിരിക്കും? കെ ആയിരിക്കും. ഇനി ജെ ക്രോസ് കെ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഐ ആയിരിക്കും. കെ ക്രോസ് ഐ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ജെ ആയിരിക്കും. ഇനി തിരിച്ചെടുക്കുന്നെങ്കിലോ ഐ ക്രോസ് കെ ആണെങ്കിലോ മൈനസ് ജെ ആയിരിക്കും. കെ ക്രോസ് ജെ ആണെങ്കിലോ മൈനസ് ഐ ആയിരിക്കും. ഓക്കെ, അതുപോലെ തന്നെ ജെ ക്രോസ് ഐ ആണെങ്കിലോ മൈനസ് കെ ആയിരിക്കും. ഓക്കെ, അപ്പോൾ അതെല്ലാം അറിയാമല്ലോ. പിന്നെ സെയിം വെക്ടറുകളുടെ ക്രോസ് പ്രൊഡക്റ്റ് എടുത്ത് എന്ത് വരും? സൈൻ സീറോ എന്നൊരു ടേം വരും അല്ലേ. സൈൻ സീറോ ആയതുകൊണ്ട് ആ സെയിം വെക്ടറുകൾ ഐ ക്രോസ് ഐ ജെ ക്രോസ് ജെ കെ ക്രോസ് കെ ഒക്കെ എന്തായിരിക്കും? സീറോ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യം മനസ്സിലായല്ലോ. അപ്പോൾ നമുക്കൊരു പ്രോബ്ലം ചെയ്താലോ? നോക്കിയേ, ഡിറ്റർമിൻ ദ ക്രോസ് പ്രൊഡക്റ്റ് ഓഫ് വെക്ടർ എ 2i minus 6j minus 3k and b 4i plus 3j minus k and the angle between these two vectors. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ നോക്കിയേ, എ എന്ന് പറയുന്നത് എന്താണ്? 2i മൈനസ് 6j മൈനസ് 3k ആണ്. ബി എന്ന് പറയുന്ന വെക്ടർ എന്തായിട്ട് എടുക്കുക? 4i പ്ലസ് 3j മൈനസ് കെ. ഇവിടെ ഞാനൊരു ബി വിട്ട് പോയിട്ടുണ്ട്. ബി ഈക്വൽ ടു ഓക്കെ. അപ്പോൾ ഇത് രണ്ട് വെക്ടർ കിട്ടി. അപ്പോൾ എന്താ? ഡിറ്റർമിൻ്റെ ക്രോസ് പ്രൊഡക്റ്റ് ആണ് ആദ്യം പറഞ്ഞേക്കുന്നത്. ക്രോസ് പ്രൊഡക്റ്റ് എന്തുവാ? എ ക്രോസ് ബി. അതെങ്ങനെ കണ്ടുപിടിക്കും? ഐ ജെ കെ ഇവന്മാരുടെ കോർഡിനേറ്റ്സ് എഴുതിയാൽ മതി. 2 മൈനസ് 6 മൈനസ് 3 4 3 മൈനസ് 1 അല്ലേ.
കണ്ടുപിടിച്ച് നോക്കിയേ. എങ്ങനെ കണ്ടുപിടിക്കാം? അപ്പോൾ എന്ത് വരും? I ഇൻറ്റു -6 ഇൻറ്റു -1 6 മൈനസ് 3 ഇൻറ്റു -3 -9 അത് +9 വരും. -j ഇൻറ്റു 2 ഇൻറ്റു -1 -2 4 ഇൻറ്റു -3 12 അല്ലേ? -12 +12 പ്ലസ് k ഇൻറ്റു 6 മൈനസ് 6 ഇൻറ്റു 4 24 അത് മൈനസ് ആകുമ്പോൾ പ്ലസ് അല്ലേ? അപ്പോൾ എത്ര വരും നോക്കിയേ? 6 + 9 15i അല്ലേ? അടുത്തത് 12 - 2 -10j അല്ലേ? അടുത്തത് പ്ലസ് 24 + 3 6 ആകുമ്പം 30k. ഇതാണ് നമ്മുടെ ക്രോസ് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. ഇനി അടുത്ത എന്താ പറഞ്ഞേക്കുന്നത്? ക്രോസ് പ്രൊഡക്റ്റ് നമുക്ക് കിട്ടി. ഇനി അടുത്തത് ദ ആംഗിൾ ബിറ്റ്വീൻ ദീസ് ടു വെക്ടേഴ്സ് എന്നാണ് പറയുന്നത് അല്ലേ? അപ്പോൾ എന്താ ഇനി കണ്ടുപിടിക്കേണ്ടത്? ആംഗിൾ ബിറ്റ്വീൻ ടു വെക്ടേഴ്സ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് അല്ലേ? അപ്പോൾ ആംഗിൾ ബിറ്റ്വീൻ വെക്ടേഴ്സ് എങ്ങനെ കണ്ടുപിടിക്കും? അപ്പോൾ ആംഗിൾ ബിറ്റ്വീൻ വെക്ടേഴ്സ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എ ക്രോസ് ബിയുടെ ഡയറക്ഷനിലുള്ള യൂണിറ്റ് വെക്ടർ കണ്ടുപിടിക്കണം. അപ്പോൾ എ ക്രോസ് ബിയുടെ ഡയറക്ഷനിലുള്ള യൂണിറ്റ് വെക്ടർ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? എ ക്രോസ് ബി ഡിവൈഡഡ് ബൈ മോഡുലസ് ഓഫ് എ ബി ആയിരിക്കും. ഓക്കെ, മോഡുലസ് ഓഫ് എ ക്രോസ് ബി ആയിരിക്കും. അതാണ് ആംഗിൾ ബിറ്റ്വീൻ ടു വെക്ടേഴ്സ് കണ്ടുപിടിക്കാൻ നമുക്കൊരു യൂണിറ്റ് വെക്ടർ വേണം. അപ്പോൾ യൂണിറ്റ് വെക്ടർ അലോങ് ഡയറക്ഷൻ എ ക്രോസ് ബി, യൂണിറ്റ് വെക്ടർ along direction എ ക്രോസ് ബി. അപ്പോൾ എ ക്രോസ് ബി നമ്മളിലുണ്ട്, മോഡുലസ് ഓഫ് എ ക്രോസ് ബിയും കൂടെ നമ്മൾ കണ്ടുപിടിക്കുക. അപ്പോൾ എ ക്രോസ് ബി എന്തായിരുന്നു? നമുക്ക് 15i -10j + 30k ആയിരുന്നു അല്ലേ? അപ്പോൾ മോഡുലസ് ഓഫ് എ ക്രോസ് ബി എന്ന് പറയുമ്പോൾ എന്ത് വരും? √15² + 10² + 30² എന്ന് വരും. ഇതൊന്ന് ചെയ്ത് നോക്കണം. അതിൻ്റെ ആൻസർ കിട്ടുന്നത് 0.43i -0.29j + 0.86k എന്നാണ് അത് വരുന്നത്. അപ്പോൾ നമുക്ക് യൂണിറ്റ് വെക്ടർ കിട്ടി. ഓക്കെ, 0.43i -0.29j + 0.86k. ഇനി നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? ആംഗിൾ ബിറ്റ്വീൻ ടു വെക്ടേഴ്സ്. അപ്പോൾ ആംഗിൾ ബിറ്റ്വീൻ ടു വെക്ടേഴ്സ് ഞാൻ തീറ്റ എന്ന് കൊടുക്കുക കേട്ടോ. ആംഗിൾ ബിറ്റ്വീൻ ടു വെക്ടേഴ്സ് തീറ്റ ആയിട്ടാണ് എടുക്കുന്നതെങ്കിൽ എന്ത് വരും? നമുക്ക് സൈൻ തീറ്റ കണ്ടുപിടിക്കണം. അപ്പോൾ സൈൻ തീറ്റ എന്ന് പറയുന്നത് എന്തായിരിക്കും? സൈൻ തീറ്റ എന്ന് പറഞ്ഞാൽ എന്ത് വരും? എ ക്രോസ് ബി മോഡുലസ് ഓഫ് എ ക്രോസ് ബി എന്താ? മോഡുലസ് ഓഫ് എ ഇൻറ്റു മോഡുലസ് ഓഫ് ബി ഇൻറ്റു സൈൻ തീറ്റ അല്ലേ? മോഡുലസ് ഓഫ് എ ഡിവൈഡഡ് ബൈ മോഡുലസ് ഓഫ് ബി. ഓക്കെ, മോഡുലസ് ഓഫ് എ മോഡുലസ് ഓഫ് ബി, എ ക്രോസ് ബി ഡിവൈഡഡ് ബൈ മോഡുലസ് ഓഫ് എ മോഡുലസ് ഓഫ് ബി. ഇതിങ്ങനെ മൾട്ടിപ്ലൈ ചെയ്ത് നോക്കിയാൽ മതി. എ ക്രോസ് ബി എന്ന് പറയുന്നത് മോഡ് എ മോഡ് ബി സൈൻ തീറ്റ അല്ലേ? അപ്പോൾ അങ്ങനെ ചെയ്താൽ മതി. അപ്പോൾ എന്താ? മോഡുലസ് ഓഫ് എ ക്രോസ് ബി നമ്മൾ ഓൾറെഡി ഇവിടെ കണ്ടുപിടിച്ച് വെച്ചിട്ട് എന്താ വാല്യൂ അല്ലേ? 15². ഞാൻ ഈ -10 ആയതുകൊണ്ടാണ് 10² തന്നെ കൊടുത്തത്. 15², 10², 30². ഇനി മോഡുലസ് ഓഫ് എ എന്താ? എ എന്നുള്ള നമ്മുടെ വെക്ടർ എടുക്കണം. എ എന്നുള്ള വെക്ടർ ഓർക്കുന്നുണ്ടോ? 2² പ്ലസ് -6 ആയിരുന്നു, അത് 6² -3 ആയിരുന്നു, അത് 3² എന്ന് എടുക്കുക, സ്ക്വയർ റൂട്ട്. ഇനി ബി എത്ര വരും? ബിയുടെ അങ്ങ് വരും 4² പ്ലസ് 3² -1² ആണ്, അത് ഞാൻ 1² തന്നെ എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കിട്ടി. അപ്പോൾ ഇതെത്ര? ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കുക. ഇത് അറൗണ്ട് 35 ആണ്. ഇത് സ്ക്വയർ റൂട്ട് എടുക്കുമ്പോൾ വരുന്നത്. ഇതെന്ന് പറയുന്നത് 7 ആണ്. ഇത് സ്ക്വയർ റൂട്ട് ഓഫ് 26 ആണ് തോന്നുന്നു അല്ലേ? 16, 9, 1 അല്ലേ? സ്ക്വയർ റൂട്ട് ഓഫ് 26. ഓക്കെ, അപ്പോൾ നമ്മൾ ചെയ്ത് നോക്കുക. ആൻസർ അറൗണ്ട് സൈൻ തീറ്റയുടെ വാല്യൂ 0.98 ആണ് കിട്ടുന്നത്. അപ്പോൾ സൈൻ തീറ്റയുടെ വാല്യൂ 0.98 ആണെങ്കിൽ തീറ്റ എന്ന് പറയുന്നത് സൈൻ ഇൻവേഴ്സ് ഓഫ് 0.98 എന്നായിരിക്കും വരുന്നത്. അത് അറൗണ്ട് ഒരു 78.52 രണ്ട് വാല്യൂ വരുന്നുണ്ട് സൈൻ തീറ്റയ്ക്ക്. 78.52 ഡിഗ്രിയും വരുന്നുണ്ട്, അല്ലെങ്കിൽ 101.48 എന്നൊരു വാല്യൂ വരുന്നുണ്ട്. അപ്പോൾ ഇതിലേതെങ്കിലും ആയിരിക്കും. സയൻറ്റിഫിക് കാൽക്കുലേറ്റർ വെച്ച് ചെയ്ത് നോക്കണം, കിട്ടും കേട്ടോ. ഓക്കെ, ഇനി നമ്മൾ അടുത്തത് പഠിക്കുന്നത് ഫോഴ്സസ് ഇൻ സ്പേസിനെ പറ്റിയിട്ടാണ്. ഓക്കെ, ഇനി നമ്മൾ ഈ ഫോഴ്സസ് ഇൻ സ്പേസ് പഠിക്കുമ്പം ഇതിപ്പോൾ നോക്കിയേ, ഒരു ഫോഴ്സ് കൺസിഡർ ചെയ്യുക. ഇതാണ് നമ്മുടെ ഫോഴ്സ് എഫ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം കൺസിഡർ എ ഫോഴ്സ് ആക്ടിങ് അറ്റ് ദ ഒറിജിൻ ഓഫ് ദ സിസ്റ്റം ഓഫ് റെക്ടാങ്കുലർ കോർഡിനേറ്റ്സ്. ഇതാണ് നമ്മൾ സിസ്റ്റം ഓഫ് റെക്ടാങ്കുലർ കോർഡിനേറ്റ്സ് എന്ന് പറയുന്നത്. ഇതിൽ ഒറിജിനിൽ നിന്ന് ആക്ട് ചെയ്യുന്ന ഒരു ഫോഴ്സിനെ കൺസിഡർ ചെയ്യുക. ഓക്കെ, ഇനിയും എക്സ്
വൈ ഇസഡ് ഡയറക്ഷൻ ഉണ്ട്. റെക്ടാങ്കിൾ കോർഡിനേറ്റ്സിൽ നമുക്ക് എക്സ് ഡയറക്ഷൻ ഉണ്ട്, വൈ ഡയറക്ഷൻ ഉണ്ട്, ഇസഡ് ഡയറക്ഷൻ ഉണ്ട്. ഇനി ഈ ഫോഴ്സ് എഫ് എക്സ് ഡയറക്ഷനുമായിട്ടുണ്ടാക്കുന്ന ആംഗിളാണ് തീറ്റ എക്സ്, വൈ ഡയറക്ഷനുമായിട്ടുണ്ടാക്കുന്ന ആംഗിളാണ് തീറ്റ വൈ, ആൻഡ് ഇസഡ് ഡയറക്ഷനുമായിട്ടുണ്ടാക്കുന്ന ആംഗിളാണ് തീറ്റ ഇസഡ് എന്ന് പറയും. ഓക്കെ, അത്രയും ക്ലിയർ ആയല്ലോ. ഇനി ദ കമ്പോണൻസ് ഓഫ് ഫോഴ്സ്, അത് നമുക്കിപ്പോൾ ഇവിടെ എന്താ കണ്ടുപിടിക്കേണ്ടത്? ഈ ഫോഴ്സ് എക്സ് ഡയറക്ഷനുമായിട്ടുണ്ട്, അവൻ്റെ ഈ ഫോഴ്സിൻ്റെ എക്സ് കമ്പോണൻറ്റ്, അവൻ്റെ എക്സ് കമ്പോണൻറ്റ് എഫ് എക്സ്, അവൻ്റെ വൈ കമ്പോണൻറ്റ് എഫ് ഐ, അവൻ്റെ ഇസഡ് കമ്പോണൻറ്റ് എഫ് ഇസഡ്, ഇതൊക്കെയാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ നോക്കിയേ, ഇവൻ എക്സ് ഡയറക്ഷനായിട്ടുണ്ടാക്കുന്ന ആംഗിൾ തീറ്റ എക്സ് ആണെന്ന് പറഞ്ഞല്ലേ. അപ്പോൾ അവൻ്റെ എക്സ് കമ്പോണൻറ്റ് എന്തായിരിക്കും? എഫ് എക്സ് എന്ന് പറയുന്നത് എഫ് കോസ് തീറ്റ എക്സ് ആയിരിക്കും. ഇവൻ്റെ വൈ ഡയറക്ഷനുമായിട്ടുണ്ടാക്കുന്ന കമ്പോണൻറ്റ് എന്തായിരിക്കും? എഫ് വൈ എന്ന് പറയുന്നത് എഫ് കോസ് തീറ്റ വൈ ആയിരിക്കും. ഇസഡ് ഡയറക്ഷൻ പറഞ്ഞാൽ എഫ് കോസ് തീറ്റ ഇസഡ് ആയിരിക്കും. അപ്പോൾ അത് മൂന്നും ക്ലിയർ ആയല്ലോ. അപ്പോൾ ഇത്രയും നമുക്കുണ്ടെങ്കിൽ നമുക്ക് ഇതെങ്ങനെ ഇവൻ്റെ ഇത് എന്താ കണ്ടുപിടിക്കേണ്ടത്? നമുക്ക് ഈ ഫോഴ്സിൻ്റെ മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കണം അല്ലേ. നമുക്ക് എഫ് എക്സ് എഫ് വൈ എഫ് ഇസഡ് അറിയാമെങ്കിൽ ഈ ഫോഴ്സിൻ്റെ മാഗ്നിറ്റ്യൂഡ്, അതായത് ഇപ്പോൾ ഇവൻ്റെ പിന്നെ ഒ എ നമുക്ക് കൊടുക്കുകയാണെങ്കിൽ ഒ എ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഒ എ എന്ന് പറയുന്നത് നമുക്ക് ഓക്കെ, അപ്പോൾ ഒ എ എന്ന് പറയുന്നത് ഇവിടെ നോക്കി ഇങ്ങനെ ഒരു വര വരച്ചാൽ ഒ സി സ്ക്വയർ പ്ലസ് സി എ സ്ക്വയർ ആയിരിക്കും അല്ലേ. അപ്പോൾ ഈ ഒ സി സ്ക്വയർ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഒ സി എന്ന് പറഞ്ഞാൽ ഇതല്ലേ. അപ്പോൾ ഇതെന്ന് പറയുമ്പോൾ ഒ ഇയുടെയും ഒ ഡിയുടെയും റിസൾട്ടൻ്റ് ആയിരിക്കും അല്ലേ. അപ്പോൾ ഒ ഇ സ്ക്വയർ പ്ലസ് ഒ ഡി സ്ക്വയർ പ്ലസ് സി എ സ്ക്വയർ നമുക്ക് തന്നെ എഴുതാം. ഓക്കെ, അത്ര എഴുതി. ഇനിയും അതിന് എന്തൊക്കെ എഴുതാം? ഒ എ എന്ന് പറഞ്ഞാൽ എന്താ? ഒ എ സ്ക്വയർ, ഒ ഇ സ്ക്വയർ എന്താ? ഒ ഇ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എഫ് ഇസഡ് സ്ക്വയർ അല്ലേ. അപ്പം എഫ് ഇസഡ് സ്ക്വയർ, ഒ ഡി സ്ക്വയർ എന്ന് പറഞ്ഞാൽ എഫ് എക്സ് സ്ക്വയർ അല്ലേ. അപ്പം സി എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സി എ എന്ന് പറയുന്നതും ഈ ഒ ബി എന്ന് പറയുന്നത് സെയിം ആണ്, അത് എഫ് വൈ സ്ക്വയർ ആണ്. ഓക്കെ, അപ്പോൾ എഫ് എക്സ് സ്ക്വയർ എഫ് വൈ സ്ക്വയർ എഫ് ഇസഡ് സ്ക്വയറും കിട്ടി. ഒ എ എന്ന് പറയുന്നത് എഫ് സ്ക്വയർ. ഓക്കെ, അപ്പം എഫ് സ്ക്വയർ എന്ന് പറയുന്നത് എഫ് എക്സ് സ്ക്വയർ എഫ് വൈ സ്ക്വയർ എഫ് ഇസഡ് സ്ക്വയർ കിട്ടി. അപ്പോൾ എഫ് എന്ന് പറയുന്നത് എന്തായിരിക്കും? സ്ക്വയർ റൂട്ട് ഓഫ് എഫ് എക്സ് സ്ക്വയർ പ്ലസ് എഫ് വൈ സ്ക്വയർ പ്ലസ് എഫ് ഇസഡ് സ്ക്വയർ. ഓക്കെ, ക്ലിയർ ആയല്ലോ. ഇനി നമുക്ക് അടുത്തത് ഇതിനെ എഫ് എക്സിനെ എന്തായിട്ട് റെപ്രസെൻറ്റ് ചെയ്യാം? എഫ് കോസ് തീറ്റ ഐ, അല്ലെ എഫ് വൈനെ എഫ് കോസ് തീറ്റ വൈ, എഫ് ഇസഡിനെ എഫ് കോസ് തീറ്റ ഇസഡ് എന്നൊന്നും നമുക്ക് അവൻ്റെ എന്താ ആ കമ്പോണൻസിൻ്റെ ടൈമിൽ റെപ്രസെൻറ്റ് ചെയ്യും. അപ്പോൾ ഇവിടെ എല്ലായിടത്തും എഫ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? കോസ് തീറ്റ ഐ കോസ് തീറ്റ വൈ ജെ കോസ് തീറ്റ ഇസഡ് കെ എന്ന് കിട്ടും അല്ലേ. അപ്പോൾ ഇതെന്ന് പറയുന്നത് എന്താ? ലാംഡ. ലാംഡ ആയിട്ട് എടുത്താൽ ലാംഡ എന്ന് പറയുന്നത് കോസ് തീറ്റ ഐ കോസ് തീറ്റ വൈ ജെ കോസ് തീറ്റ ഇസഡ് കെ എന്ന് ഇട്ട് കഴിഞ്ഞാൽ ലാംഡ ഇസ് എ യൂണിറ്റ് വെക്ടർ ഇൻ ദ ലൈൻ ഓഫ് ആക്ഷൻ ഓഫ് ഫോഴ്സ്. ഞാൻ ആ കൺസിഡർ ചെയ്ത ഫോഴ്സിൻ്റെ ഡയറക്ഷനിൽ വരുന്ന ഒരു കുഞ്ഞ് യൂണിറ്റ് വെക്ടറാണ് എന്തെന്ന് പറയുന്നത്? ലാംഡ എന്ന് പറയുന്നത്. കോസ് തീറ്റ എക്സും കോസ് തീറ്റ വൈ കോസ് തീറ്റ ഇസഡിനാണ് നമ്മൾ ഡയറക്ഷൻ കൊസൈൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തത് ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ ഫോഴ്സിൻ്റെ ഡയറക്ഷനെ പറ്റിയിട്ട് പറയുകയാണെങ്കിൽ, ഓക്കെ, നമ്മുടെ ഫോഴ്സ് എഫ് ആക്ട് ചെയ്യുന്നു പറഞ്ഞല്ലേ. അപ്പോൾ ഫോഴ്സിൻ്റെ ഡയറക്ഷനെ പറ്റിയിട്ട് പറയുകയാണെങ്കിൽ നമുക്കിപ്പം ഫോഴ്സ് ഒറിജിനിൽ കൂടാണ് ആക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ സിസ്റ്റം ഓഫ് കോർഡിനേറ്റ്സിനെ പറ്റി പറയുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ആ ഫോഴ്സിൻ്റെ ഡയറക്ഷനിലുള്ള ആ ലൈനിൽ എഫിൻ്റെ ഡയറക്ഷനിൽ നമ്മൾ എ എന്ന് പറയുന്നൊരു പോയിന്റ് ലൊക്കേറ്റ് ചെയ്തു. ഓക്കെ, അപ്പോൾ എ എന്ന് പറയുന്ന ഒരു പോയിന്റ് ഞാൻ അവിടെ ലൊക്കേറ്റ് ചെയ്തു. ലൈൻ ഓഫ് ആക്ഷൻ ഓഫ് ഫോഴ്സിൽ എ എന്ന് പറയുന്ന പോയിന്റ് ഒറിജിനിൽ നിന്ന് ഡി ഡിസ്റ്റൻസ് മാറിയിട്ടാണ്. ഓക്കെ, അപ്പം ഈ ഒ എയുടെ കോർഡിനേറ്റ്സ് ഏതൊക്കെയായിരിക്കും? എക്സ് കമ്പോണൻ്റ് എന്ന് പറയുന്നത് ഡി എക്സ് ആയിരിക്കും, വൈ കമ്പോണൻ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഡി വൈ ആയിരിക്കും, ഇസഡ് കമ്പോണൻ്റ് എന്ന് പറയുന്നത് ഡി ഇസഡ് ആയിരിക്കും അല്ലേ. അപ്പം നേരത്തെ എഴുതിയ പോലെ തന്നെ നമ്മൾ ഒ സി സ്ക്വയർ എന്ന് എഴുതാം. അപ്പോൾ ഒ എ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ ഡിസ്റ്റൻസ് അല്ലേ. ഡിസ്റ്റൻസ് ഒ എ സ്ക്വയർ എന്ന് പറയുന്നത് എന്ത് വരും? ഒ സി സ്ക്വയർ പ്ലസ് സി എ സ്ക്വയർ എന്ന് വരും അല്ലേ. അപ്പോൾ ഒ സി സ്ക്വയറിനെ നമുക്ക് എങ്ങനെ എഴുതാം? ഒ സി ഇതല്ലേ, അപ്പോൾ ഒ ബി സി ബി ആയിട്ട് എഴുതാം. ഓക്കെ, ഒ ബി സ്ക്വയർ പ്ലസ് ബി സി സ്ക്വയർ അല്ലെങ്കിൽ സി ബി സ്ക്വയർ പ്ലസ് സി എ സ്ക്വയർ എന്ന് എഴുതാൻ പറ്റും അല്ലേ. അപ്പം ഒ ബി എന്ന് പറഞ്ഞാൽ എന്താ? ഒ ബി എന്ന് പറഞ്ഞാൽ ഡി എക്സ് സ്ക്വയർ, ഒ ബി സി എന്ന് പറഞ്ഞാൽ ബി സി ഡി ഇസഡ് സ്ക്വയർ, സി എ എന്ന് പറയുമ്പോൾ ഡി വൈ സ്ക്വയർ.
അപ്പോൾ നമുക്ക് ഒ എ സ്ക്വയർ അതായത് ഡി സ്ക്വയറിനെ നമുക്ക് ഡി എക്സ് സ്ക്വയർ പ്ലസ് ഡി വൈ സ്ക്വയർ പ്ലസ് ഡി ഇസഡ് സ്ക്വയർ എന്ന് എഴുതാം. അപ്പം ഡി എന്തായിരിക്കും? സ്ക്വയർ റൂട്ട് ഓഫ് ഡി എക്സ് സ്ക്വയർ പ്ലസ് ഡി വൈ സ്ക്വയർ പ്ലസ് ഡി ഇസഡ് സ്ക്വയർ ആയിരിക്കും ഡിസ്റ്റൻസ് ഡി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഡി എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡി എക്സ് എന്ന് പറഞ്ഞാൽ ഡി കോസ് തീറ്റ ആണ്, ഡി കോസ് തീറ്റ എക്സ് ആണ്. ഡി വൈ എന്ന് പറഞ്ഞാൽ ഡി കോസ് തീറ്റ വൈ ആണ്. ഡി ഇസഡ് എന്ന് പറഞ്ഞാൽ ഡി കോസ് തീറ്റ ഇസഡ് ആണ്. ഓക്കെ, അത്രയും ക്ലിയർ ആയല്ലോ. അപ്പോൾ ഇതിനകത്ത് നിന്ന് നമുക്ക് കോസ് തീറ്റ എക്സ് എങ്ങനെ കണ്ടുപിടിക്കാം? കോസ് തീറ്റ എക്സ് എന്ന് പറയുന്നത് ഡി എക്സ് ബൈ ഡി ആയിരിക്കും അല്ലേ. കോസ് തീറ്റ വൈ എന്ന് പറയുന്നത് ഡി വൈ ബൈ ഡി ആയിരിക്കും. അതുപോലെ കോസ് തീറ്റ ഇസഡ് എന്ന് പറയുന്നത് ഡി ഇസഡ് ബൈ ഡി ആയിരിക്കും. ഓക്കെ, അപ്പോൾ നേരത്തെ നമുക്ക് എഫ് എക്സിലും എഫ് വൈയിലും എഫ് ഇസഡിലും ഒക്കെ കോസ് തീറ്റ എക്സ്, കോസ് തീറ്റ വൈ, കോസ് തീറ്റ ഇസഡ് ഒക്കെ വന്നല്ലേ. അപ്പോൾ നമുക്ക് ഡിസ്റ്റൻസിൻ്റെ ടേമിലാണ് കാര്യങ്ങൾ തരുന്നതെങ്കിൽ നമുക്ക് തീറ്റ തരാതെ അങ്ങനെയുള്ളപ്പം നമുക്ക് എഫ് എക്സ്, എഫ് വൈ, എഫ് ഇസഡും കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് എഫ് ഇൻറ്റു ഡി എക്സ് ബൈ ഡി, എഫ് വൈ ഇൻറ്റു ഡി വൈ, എഫ് വൈ കണ്ടുപിടിക്കാൻ എഫ് ഇൻറ്റു ഡി വൈ ബൈ ഡി, എഫ് ഇസഡ് കണ്ടുപിടിക്കാൻ എഫ് ഇൻറ്റു ഡി ഇസഡ് ബൈ ഡി എന്നുള്ള ഇക്വേഷൻസ് നമുക്ക് യൂസ് ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് ഇതുപോലെ ഈ പോയിന്റ് എ ഒരു ഡിസ്റ്റൻസ് ഡി അല്ലാതെ നമുക്ക് അതായത് അതിൻ്റെ എൻഡിലുള്ള രണ്ട് പോയിന്റ്സ്, ഓക്കെ, അതായത് ലൈൻ ഓഫ് ആക്ഷൻ ഓഫ് ഫോഴ്സ് ഇതാണ്. എൻ്റെ ആ ലൈൻ ഓഫ് ആക്ഷനിലുള്ള രണ്ട് പോയിന്റ്സ് ആണ് നമുക്ക് തരുന്നത്. നേരത്തെ ഒരു ഡിയിലായിരുന്നപ്പോൾ നമുക്ക് ഒരു പോയിന്റ് ഒറിജിനും ഒരു പോയിന്റ് ആ ഡി എന്ന് പറയുന്ന ഡി ഡിസ്റ്റൻസ് വരുന്ന എ എന്ന് വരുന്ന പോയിന്റ് വരുന്നത് അല്ലേ. അപ്പോൾ ഇവിടെ എന്ന് പറയുന്നത് നമുക്ക് രണ്ട് പോയിന്റ്. ഇതിപ്പോൾ ഒരു പോയിന്റ്, ഫസ്റ്റ് പോയിന്റ് എ എന്ന് പറയുന്നത് x1 y1 z1 ഉം സെക്കൻഡ് പോയിന്റ് ബി എന്ന് പറയുന്നത് x2 y2 z2 ആണെങ്കിൽ എൻ്റെ ഡി എക്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും? അവന്മാരുടെ എക്സ് കമ്പോണൻസിൻ്റെ ഡിഫറൻസ് എടുക്കുക, x2 മൈനസ് x1. ഡി വൈ എന്തായിരിക്കും? y2 മൈനസ് y1. ഡി ഇസഡ് എന്തായിരിക്കും? z2 മൈനസ് z1. അപ്പോൾ ഡി കണ്ടുപിടിക്കാൻ എളുപ്പമല്ലേ? ഇനിയും സ്ക്വയർ റൂട്ട് ഓഫ് ഡി എക്സ് സ്ക്വയർ പ്ലസ് ഡി വൈ സ്ക്വയർ പ്ലസ് ഡി ഇസഡ് സ്ക്വയർ. ഓക്കെ, ക്ലിയർ അല്ലേ? ഇനി നമുക്ക് ഇതിനകത്തുനിന്നൊരു പ്രോബ്ലം നോക്കിയാലോ. സിമ്പിൾ പ്രോബ്ലം. Find the force vector and magnitude of its components along x, y and z axis. ഫോഴ്സിൻ്റെ മാഗ്നിറ്റ്യൂഡ് പറയുന്നുണ്ട്, y ആണ്. അതിൻ്റെ ഓരോ ഡയറക്ഷനുമായിട്ടും എക്സ് വൈ ആക്സിസുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾസും തന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ഫോഴ്സ് വെക്ടറാണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അതുപോലെ തന്നെ എക്സ് ഡയറക്ഷനിലും വൈ ഡയറക്ഷനിലും ഫോഴ്സ് വെക്ടർ ആദ്യം കണ്ടുപിടിക്കണം. അത് കഴിഞ്ഞിട്ട് എന്താ the magnitude of its components, രണ്ട് കാര്യം കണ്ടുപിടിക്കണം അല്ലേ. അപ്പം നമുക്ക് നോക്കി, ഒരു ഫോഴ്സിൻ്റെ മാഗ്നിറ്റ്യൂഡ് തന്നിട്ടുണ്ട് 5 തന്നിട്ടുണ്ട് അല്ലേ, 5 കിലോ ന്യൂട്ടൺ. ഓക്കെ, സോറി, യൂണിറ്റ് ഞാൻ ഇട്ടില്ല, കിലോ ന്യൂട്ടൺ എന്നാണ് യൂണിറ്റ്, 5 കിലോ ന്യൂട്ടൺ. പിന്നെ നമുക്ക് തന്നിരിക്കുന്നത് എന്താ? ആംഗിൾസ് തീറ്റ എക്സ് 30 ഡിഗ്രി ആണ്, തീറ്റ വൈ 50 ഡിഗ്രി ആണ്, തീറ്റ ഇസഡ് 100 ഡിഗ്രീസ് ആണ്. ഓക്കെ, അപ്പം എക്സ് ഡയറക്ഷനിലുള്ള കമ്പോണൻ്റ് എന്തായിരിക്കും? എഫ് കോസ് തീറ്റ എക്സ് അല്ലേ. അപ്പം 5 കോസ് 30. അത് വൈ ഡയറക്ഷനിലുള്ള എന്തായിരിക്കും? 5 കോസ് 50. എഫ് ഇസഡ് എന്തായിരിക്കും? 5 കോസ് 100. ഇതെല്ലാം സോൾവ് ചെയ്ത് നോക്കണേ. 5 കോസ് 30 4.33 കിലോ ന്യൂട്ടൺസ് ആണ് വരുന്നത്. 5 കോസ് 50 എന്ന് പറയുന്നത് 3.2 കിലോ ന്യൂട്ടൺസ് ആണ് വരുന്നത്. എഫ് ഇസഡ് 5 കോസ് 100 എന്ന് പറയുന്നത് -0.87 ആണ്, -0.87 കിലോ ന്യൂട്ടൺസ് ആണ് വരുന്നത്. അപ്പോൾ എഫ് എക്സ്, എഫ് വൈ, എഫ് ഇസഡും കിട്ടിക്കഴിഞ്ഞാൽ ഫോഴ്സ് വെക്ടർ എഴുതാൻ എളുപ്പമല്ലേ. എങ്ങനെ എഴുതാം? എഫ് എക്സ് ഐ പ്ലസ് എഫ് വൈ ജെ പ്ലസ് എഫ് ഇസഡ് കെ. എഫ് എക്സ് ഐ എന്താ? 4.33 ഐ. എഫ് വൈ എന്താ? 3.2 ജെ മൈനസ് 0.87 കെ. എൻ്റെ ഫോഴ്സ് വെക്ടർ കിട്ടി. ഓക്കെ, ഇത്രയും കിട്ടിയല്ലോ. ഇനി എന്താ കണ്ടുപിടിക്കേണ്ടത്? ഓരോന്നിൻ്റെ ഡയറക്ഷനുള്ള മാഗ്നിറ്റ്യൂഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മാഗ്നിറ്റ്യൂഡ്സ് തന്നെ എടുത്താൽ മതി. അത് നമ്മൾ കണ്ടുപിടിച്ചു. 4.33, 3.2, 0.87 ഒക്കെ നമ്മൾ കണ്ടുപിടിച്ചു. ഓക്കെ, അപ്പോൾ ഒരു ചെറിയ പ്രോബ്ലം ആയിരുന്നു. ഇനി അടുത്ത നോക്കിയേ, the magnitude of components of force along x, y and z axis are. അപ്പോൾ നമുക്ക് x, y and z ആക്സിസിലുള്ള ഫോഴ്സുകളുടെ മാഗ്നിറ്റ്യൂഡ് തന്നിട്ടുണ്ട്. എഫ് എക്സ് എത്ര തന്നേക്കുന്നേ?
മൈനസ് 4.5 കിലോ ന്യൂട്ടൺ. എഫ് വൈ എത്ര തന്നേക്കുന്നേ? 5 കിലോ ന്യൂട്ടൺ. ന്യൂട്ടൺ വിട്ടുപോയേ. ആൻഡ് എഫ് ഇസഡ് എത്ര തന്നേക്കുന്നേ? മൈനസ് 3 കിലോ ന്യൂട്ടൺ റെസ്പെക്റ്റീവ്ലി. ഫൈൻഡ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ഫോഴ്സ്. മാഗ്നിറ്റ്യൂഡ് ഓഫ് ഫോഴ്സ് എങ്ങനെ കണ്ടുപിടിക്കും? സ്ക്വയർ റൂട്ട് ഓഫ് എഫ് എക്സ് സ്ക്വയർ പ്ലസ് എഫ് വൈ സ്ക്വയർ പ്ലസ് എഫ് ഇസഡ് സ്ക്വയർ. അപ്പം സ്ക്വയർ റൂട്ട് ഓഫ് 4.5 സ്ക്വയർ ആയത് കാരണം ഞാൻ നെഗറ്റീവ് ഒന്നും ഇടുന്നില്ല. 5 സ്ക്വയർ പ്ലസ് 3 സ്ക്വയർ എത്ര കിട്ടും മാഗ്നിറ്റ്യൂഡ്? നമ്മൾ ചെയ്ത് നോക്കണം. അറൗണ്ട് 7.37 കിലോ ന്യൂട്ടൺസ് ആണ് വരുന്നത്. ഓക്കെ, ഇനി അടുത്ത എന്താ നമ്മളോട് പറയുന്നത്? ഫൈൻഡ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ഫോഴ്സ് ആൻഡ് ഇറ്റ്സ് ഇൻക്ലിനേഷൻ വിത്ത് എക്സ് വൈ ആൻഡ് ഇസഡ് ആക്സിസ് എന്നാണ് പറയുന്നത്. അപ്പം നമ്മൾ എക്സ് വൈ ആൻഡ് ഇസഡ് ആക്സിസും ആയിട്ടുള്ള മാഗ്നിറ്റ്യൂഡ് ഓഫ് ഫോഴ്സ് കണ്ടുപിടിക്കണം. അപ്പം കോസ് തീറ്റ എക്സ് എന്ത് വരും? കോസ് തീറ്റ എക്സിന്റെ വാല്യൂ എന്ത് വരും? എഫ് എക്സ് ബൈ എഫ് എന്ന് എടുത്താൽ പോരെ? നമുക്കറിയത്തില്ലേ എഫ് എക്സ് എന്തായിരുന്നു? എഫ് കോസ് തീറ്റ അല്ലേ? എഫ് കോസ് തീറ്റ എക്സ് ആണ്. അപ്പോൾ കോസ് തീറ്റ എക്സ് എന്ന് പറയുന്നത് എഫ് എക്സ് ബൈ എഫ് എന്ന് എടുക്കാം. എഫ് എക്സിന്റെ വാല്യൂ എനിക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് മൈനസ് 4.5. മോഡുലസ് ഓഫ് എഫ് ഞാനിപ്പോൾ കണ്ടുപിടിച്ചു. എത്ര? 7.37. അപ്പോൾ കോസ് തീറ്റയുടെ വാല്യൂ നെഗറ്റീവ് ആയിരുന്നു. അപ്പോൾ അതിനകത്തുനിന്ന് തീറ്റ എക്സ് കണ്ടുപിടിക്കണം. അത് അറൗണ്ട് 127.63 ഡിഗ്രിയാണ്. ചെക്ക് ചെയ്ത് നോക്കണേ. ഇനി അടുത്തത് കോസ് തീറ്റ വൈ എന്താ? കോസ് തീറ്റ വൈ എന്ന് പറയുന്നത് എഫ് വൈ ഡിവൈഡഡ് ബൈ എഫ് അല്ലേ? അപ്പോൾ അതെന്താ? 5 അല്ലേ? ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് 5 ആണ് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നേക്കുന്നത്. ഡിവൈഡഡ് ബൈ 7.37. ഇതിൽ നിന്ന് തീറ്റ വൈ എന്ത് കിട്ടും? തീറ്റ വൈ ചെയ്ത് നോക്കണേ. 47.28 ഡിഗ്രിയാണ് കിട്ടുന്നത്. ചെക്ക് ചെയ്യണം എല്ലാം കേട്ടോ. ഇനി അടുത്തത് കോസ് തീറ്റ ഇസഡ്. കോസ് തീറ്റ ഇസഡ് എന്ന് പറയുമ്പോൾ എന്ത് വരും? എഫ് ഇസഡ് ഡിവൈഡഡ് ബൈ എഫ് എന്ന് വരും. അത് -3 ഡിവൈഡഡ് ബൈ 7.37 വരും. അതിൽ നിന്ന് തീറ്റ ഇസഡ് എന്ന് പറയുന്ന അറൗണ്ട് 114.02 ഡിഗ്രി കേട്ടോ. എനിക്ക് കിട്ടിയ ആൻസേഴ്സ് ഇതൊക്കെ നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കണേ. അപ്പോൾ ഇൻക്ലിനേഷൻ ഓഫ് ഫോഴ്സ് വിത്ത് എക്സ് വൈ ആൻഡ് ഇസഡ് ഡയറക്ഷൻ എന്താ? 127.60 ഡിഗ്രി, 47.28 ഡിഗ്രി, 114.02 ഡിഗ്രീസ്. ഓക്കെ, എത്രയും ക്ലിയർ ആയല്ലോ? അടുത്ത് നോക്കി. Calculate the component of force 100 Newton shown in figure along x, y and z direction. ഓക്കെ, അപ്പോൾ നോക്കി നമുക്ക് എന്താ ഒരു ഫിഗർ തന്നിട്ടുണ്ട്. ആ ഫിഗർ ഞാൻ വരച്ച് കാണിക്കാവേ. നമ്മുടെ എക്സ് വൈ ഇസഡ് കോർഡിനേറ്റ്സ് ഇങ്ങനെയാണ്. അതിൽ ഒരു ഡിസ്റ്റൻസ് ഒരു ക്യൂബ് പോലാണ്. ഓക്കെ, നമുക്ക് ഈ ഡിസ്റ്റൻസ് വന്നത് ഇത് വൈ ആക്സിസ്, ഇത് എക്സ് ആക്സിസ്, ഇത് ഇസഡ് ആക്സിസ്. പോയിന്റ്സ് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇത് ഒ, എ, ബി, സി. മുകളിലൊരു പോയിന്റ് ബി മാത്രം മാർക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പം നമുക്ക് ഇതൊരു പോയിന്റ് ഉണ്ട്. ഈ ഒ എന്നാണ് നമ്മുടെ വെക്ടർ വന്നേക്കുന്നത്. ഓക്കെ, അത് വേറെ കളർ കൊണ്ട് കൊടുക്കാം. ഒ ആണ് നമ്മുടെ വെക്ടർ. ഓക്കെ, ഇനി നമുക്ക് ഒയുടെ മാഗ്നിറ്റ്യൂഡ് കാൽക്കുലേറ്റ് ദ കമ്പോണന്റ് ഓഫ് ഫോഴ്സ് എന്ന് പറഞ്ഞിരിക്കുന്നത്. ഈ ഫോഴ്സ് ഒയുടെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് 1000 ന്യൂട്ടൺസ് ആണ്. ഓക്കെ, പിന്നെ നമുക്ക് തന്നേക്കുന്ന ഡിസ്റ്റൻസുകളാണ്. ഈ ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 120 mm ആയിട്ടാണ് തന്നേക്കുന്നത്. ഈ വെർട്ടിക്കൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 40 mm ആയിട്ടാണ് തന്നേക്കുന്നത്. പിന്നെ ഈ ഇസഡ് ആക്സിസിൽ വരുന്ന ഈ എ ഡി എന്നുള്ള ഡിസ്റ്റൻസ് തന്നേക്കുന്നത് 50 mm എന്നാണ്. ഫിഗർ വരച്ചെടുക്കണേ. വരച്ചെടുത്തിട്ട് നമുക്ക് പ്രോബ്ലം ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യം നമുക്ക് തന്നിട്ടുണ്ട്. ഇതിൽ നിന്ന് നമുക്ക് എന്തൊക്കെ മനസ്സിലാക്കാം? ഈ 120 mm എന്ന് പറഞ്ഞ് തന്നേക്കുന്നത് എന്താണ്? നമ്മുടെ ഡി എക്സ് ആണ് കേട്ടോ. അതായത് ഇവൻ്റെ എക്സ് കമ്പോണൻ്റ് ആണ് 120 mm എന്ന് പറഞ്ഞ് തന്നേക്കുന്നത്. ഇനി ഡി വൈ എന്തായിരിക്കും? അപ്പം 40 mm അല്ലേ? ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഇനി ഡി ഇസഡ് എന്തായിരിക്കും? 50 mm. ഈ 3 കാര്യം തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് എന്ത് കണ്ടുപിടിക്കാം? ഡി കണ്ടുപിടിക്കാം അല്ലേ? ഡി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? സ്ക്വയർ റൂട്ട് ഓഫ് ഡി എക്സ് സ്ക്വയർ പ്ലസ് ഡി വൈ സ്ക്വയർ പ്ലസ് ഡി ഇസഡ് സ്ക്വയർ എന്നായിരിക്കും. അപ്പോൾ ഇവിടെ ഡി എക്സ് സ്ക്വയർ എത്ര? 120 സ്ക്വയർ പ്ലസ് 40 സ്ക്വയർ പ്ലസ് 50 സ്ക്വയർ. അപ്പോൾ ഇത് നോക്കണം കേട്ടോ, സോൾവ് ചെയ്ത് നോക്കണം. അപ്പം വരുന്നത് അറൗണ്ട്
136.01 mm എന്നാണ് ഈ ഡിസ്റ്റൻസ് ഡി നമുക്ക് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ അത്രയും ക്ലിയർ ആയല്ലോ. ഡിസ്റ്റൻസ് ഡി കിട്ടി, ഡി എക്സ് ഡി വൈ ഡി സെഡ് ഉണ്ട്. അപ്പം നമ്മുടെ എഫ് എക്സ് എന്തായിരിക്കും? എഫ് എക്സ് എന്ന് പറയുന്നത് എഫ് ഇൻറ്റു ഡി ഡിവൈഡഡ് ബൈ ഡി എക്സ് അല്ലേ? ഓക്കെ, അപ്പം നമ്മൾ എഫ് എക്സ് എന്ന് പറയുന്ന എഫ് കോസ് തീറ്റ എക്സ് എന്നാണ് പഠിച്ചത് അല്ലേ? അപ്പോൾ എഫ് കോസ് തീറ്റ എക്സ് എന്ന് പറഞ്ഞാൽ എഫ് ഇൻറ്റു ഡി എക്സ് ഡിവൈഡഡ് ബൈ ഡി എ അല്ലേ? അതുപോലെ തന്നെ എന്താ എഫ് വൈ എന്ന് പറയുന്നത് എഫ് കോസ് തീറ്റ വൈ ആയിരുന്നു, അതെന്ന് പറയുന്നത് എഫ് ഇൻറ്റു ഡി വൈ ഡിവൈഡഡ് ബൈ ഡി ആണ്. അതുപോലെ തന്നെ എഫ് ഇസഡ് എന്ന് പറയുന്നത് എഫ് ഇൻറ്റു ഡി ഇസഡ് ഡിവൈഡഡ് ബൈ ഡി ആണ്. അപ്പം നമ്മൾ ഡി എക്സും ഡി വൈയും ഡി ഇസഡും ഒക്കെ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട് അല്ലേ? അപ്പോൾ അതെന്ന് പറയുന്നത് എഫിൻ്റെ മാഗ്നിറ്റ്യൂഡ് 1000 ആണ്. ഡി എക്സ് എന്ന് പറയുന്നത് നമുക്ക് കിട്ടിയത് 120 അല്ല, ഡി എക്സ് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്, ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് 120 തന്നിട്ടുണ്ട്. എഫിൻ്റെ മാഗ്നിറ്റ്യൂഡ് നമ്മൾ 136.01 ആണ്. അപ്പോൾ എഫ് എക്സ് അറൗണ്ട് കിട്ടുന്നത് 882.29 കിലോ ന്യൂട്ടൺസ് എന്നാണ്. അടുത്തത് എഫ് വൈ എന്ന് പറയുന്നത് 1000 ഇൻറ്റു എത്ര വരും? 40 ആണ് ഡി വൈ ഡിവൈഡഡ് ബൈ ഡി എന്ന് പറയുന്നത് 136.01 വരുമ്പം നമുക്ക് 294.10 ന്യൂട്ടൺ എന്നാണ് കിട്ടുന്നത്. എഫ് ഇസഡ് എന്ന് പറയുന്നത് 1000 ഇൻറ്റു 50 ഡിവൈഡഡ് ബൈ 136.01 എന്ന് പറയുമ്പം 367.62 ന്യൂട്ടൺസ് എന്നാണ് വരുന്നത്. അപ്പോൾ ഇതൊക്കെ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കണം ഞാൻ ചെയ്തൊക്കെ ശരിയാണെന്ന് കേട്ടോ. അപ്പോൾ എഫ് എക്സും എഫ് വൈയും എഫ് ഇസഡും നമുക്ക് കിട്ടി. ഓക്കെ, അപ്പോൾ നമ്മളോട് ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ആയില്ലേ? ഇത് നമ്മൾ ചോദിച്ചത് കാൽക്കുലേറ്റ് കമ്പോണൻസ് ഓഫ് ഫോഴ്സ്, അതായത് ഫോഴ്സിൻ്റെ കമ്പോണൻസ് എക്സ് ഡയറക്ഷനിലും വൈ ഡയറക്ഷനിലും ഇസഡ് ഡയറക്ഷനിലും എത്രയാണെന്ന് ചോദിച്ചത്, അത് നമുക്ക് കിട്ടി. ഓക്കെ, ഇനി നമ്മൾ അടുത്തത് പറയുന്നത് യൂണിറ്റ് വെക്ടേഴ്സിനെ പറ്റിയിട്ട്. ഓക്കെ, യൂണിറ്റ് വെക്ടറും പൊസിഷൻ വെക്ടറും നമുക്ക് അടുത്ത ക്ലാസ്സിൽ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, താങ്ക് യു.